ഡി വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ വിശ്വാസമായിരിക്കാം. പക്ഷേ ഡി വെച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എനിക്ക് വൻകര വിജയമാണ്. ഡെൽറ്റ ട്രഡേഴ്സ്, ഡെൽറ്റ മണി എൻ്റർപ്രൈസസ്, അങ്ങനെ കുറേ ഈ ഡെൽറ്റ വെച്ചിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്, ഡി വെച്ചിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്? സിനിമയിൽ നല്ല നല്ല കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയൊരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷനിൽ നമ്മള് സുഹൃത്തുക്കളുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. മണിയേട്ടാ, നിങ്ങൾ 1 ലക്ഷം കൊടുത്തോളി, 1 കോടി കിട്ടും. തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ. പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളോട് ഒക്കെ മണിയേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അത്. മാർട്ടിൻ പ്രക്കാട്ട്, മാർട്ടിൻ ചേട്ടൻ്റെ സുഹൃത്താണ്. രഞ്ജിത്ത്, സിബി ചവറ, അങ്ങനെ കുറേ സുഹൃത്തുക്കൾ. പിന്നെ സായി കബീർ, ജിത്തു അഷ്റഫ്, അങ്ങനെ ഷബീർ, അങ്ങനെ കുറേ ആൾക്കാർ. നമ്മൾ പ്രൊഡക്ഷനുകൾ ഷബീർ മലയോട്ടത്ത്, അങ്ങനെ നമ്മൾ ദിലീപ്, അങ്ങനെ കുറേ സിനിമയിൽ കുറേ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരു പ്രചോദനമാവുക എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നിട്ടുണ്ട്. ബിസിനസ്സിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടോ? അതിന് മറികടക്കാം ഈ ബിസിനസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു അത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇപ്പം നമ്മളൊക്കെ ഹോട്ടലൊക്കെ തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യം പൊട്ടി ഒന്നുമല്ലാതെ ആയ ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇപ്പം നമ്മൾ സ്ഥാപനത്തിനെ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറില്ല. നമ്മളപ്പോഴും ഇതിനെ എങ്ങനെ പൊക്കി കൊണ്ടുവരാൻ പറ്റുമെന്നില്ല കുറേ ചിന്തിച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ റെസ്റ്റോറൻറ്റ് പൂട്ടേണ്ട അവസ്ഥകൾ പല രീതിയിൽ, പല സ്ഥാപനങ്ങളും പൂട്ടേണ്ടൊക്കെ അവസ്ഥകളൊക്കെ പണ്ടുണ്ടായി. പിന്നെ കൊറോണ വന്നപ്പോഴും, കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഇപ്പം നമ്മൾ പൂട്ടിയിട്ടിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്തിരുന്ന ആളാണ്. അതുപോലെ നമ്മൾ പിന്നെ റെൻറ്റിൽ നമുക്ക് പിന്നെ ബിൽഡിങ്ങിൽ നിന്നൊക്കെ റെൻറ്റ് വരുന്നതൊക്കെ ഞാൻ വർഷങ്ങളോളം റെൻറ്റ് ഒഴിവാക്കിയ ആളാണ്. പക്ഷെ അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കും. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തുനിന്ന് ബിഗ് സീറോന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ. അപ്പോൾ ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് തോന്നാറില്ല. എന്ത് പ്രശ്നം വന്നാലും അടുത്തേക്ക് വരട്ടെ, അപ്പം നോക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നെ അതിനെന്താണ് നമ്മളതിന് അവിടെ കരഞ്ഞിരുന്ന് താഴേക്ക് നോക്കി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളിത് പൂട്ടാ. അപ്പം ഞാൻ എന്താ ആലോചിക്കുക, എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് ആളുകളും ഉണ്ട്. ഇവരൊക്കെ ജീവിതം കൂടി നമ്മൾ നോക്കണ്ടേ. നമ്മളെ ലൈഫും നോക്കിയിട്ട് നമ്മൾ ഇത് പൂട്ടിയിട്ട് നമുക്ക് പോകാമല്ലോ. അങ്ങനെ പൂട്ടിയിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ അതിലൊന്നൊരു അർത്ഥം ഉണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവില്ല. അതാണ്. മണിയേട്ടാ, എന്താണ് ഈ ഡെൽറ്റ? ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡെൽറ്റ അത് എൻ്റെ ലൈഫിൽ വന്നൊരു സംഭവമാണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കേരളത്തിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ DYSP എന്നാണ്. DYSP നമ്മളെ ഒരു കോഡ് ഭാഷയാണ് അവരെ, പോലീസിൻ്റെ. പക്ഷെ അതല്ല, ഈ ഡെൽറ്റ എൻ്റെ ലൈഫിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള എനിക്കും ശരിക്കും പറയാൻ കഴിയില്ല. ഡെൽറ്റ എന്നൊരു സ്ഥാപനം വരുന്നു. ഈ ഡെൽറ്റയിൽ വേറൊരു സംഭവമുണ്ട്. എൻ്റെ അമ്മേൻ്റെ പേരുണ്ട് ദേവകി അമ്മ. എനിക്ക് ഡി വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ വിശ്വാസമായിരിക്കാം. പക്ഷേ ഡി വെച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എനിക്ക് വൻകര വിജയമാണ്. ഡെൽറ്റ ട്രഡേഴ്സ്, ഡെൽറ്റ മണി എൻ്റർപ്രൈസസ്, അങ്ങനെ കുറേ ഈ ഡെൽറ്റ വെച്ചിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്, ഡി വെച്ചിട്ട് കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു എന്ത് ചെയ്യുമ്പോഴും അതിനൊരു എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ പേരുണ്ടാവുകൊണ്ട് ഒരു അക്ഷരം ഉണ്ടാവുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മേനെ ദൈവമായി തോന്നുന്ന ഒരാളാണ് ഞാൻ. അമ്മേൻ്റെ കൈ വലുതൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത്. അതായിരിക്കാം എന്തോ അങ്ങനെ ഒരു സ്ഥാപനം വന്നു. ഇന്നിപ്പോൾ ഡെൽറ്റ മണി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഇപ്പോൾ മണി എന്നുള്ള പേര് കൊണ്ട് തന്നെ കലാപം മണീനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളും സിനിമയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാള്. എങ്ങനെയാണ് ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്? സിനിമയിൽ നല്ല നല്ല കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം നമ്മൾ പുതിയൊരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷനിൽ നമ്മളെ സുഹൃത്തുക്കളുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. അത് മാർട്ടിൻ പ്രക്കാട്ട്, മാർട്ടിൻ ചേട്ടൻ്റെ സുഹൃത്താണ്. രഞ്ജിത്ത്, സിബി ചവറ, അങ്ങനെ കുറേ സുഹൃത്തുക്കൾ. പിന്നെ സായി കബീർ, ജിത്തു അഷ്റഫ്, അങ്ങനെ ഷബീർ, അങ്ങനെ കുറേ ആൾക്കാർ. നമ്മൾ പ്രൊഡക്ഷനുകൾ ഷബീർ മലയോട്ടത്ത്, അങ്ങനെ നമ്മൾ ദിലീപ്, അങ്ങനെ കുറേ സിനിമയിൽ കുറേ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. റോബിൻ, അങ്ങനെ. അപ്പോൾ
ആ ഒരു പടത്തിൽ ഞാൻ ഒരു നല്ലൊരു വേഷം ചെയ്തത്, ചെറിയൊരു കുഴപ്പമില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒരു കർണാടക. ഇപ്പൊ ഒരു സിനിമ നമ്മളെ സ്വന്തം പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്. സിനിമയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ഒരു മനസ്സിൻ്റെ ഉള്ളൊരു കല. നാടൻ പാട്ട് ഇഷ്ടമാണ്. നാടൻ പാട്ട് അമ്മ പാടി തരുന്ന പാട്ടുകൾ അമ്മ പാട്ട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. നാടൻ പാട്ടിനോട് ഭയങ്കര ഒരു, നാടൻ പാട്ടെന്നല്ല, പാട്ട് ഏതൊരു മനുഷ്യൻ ഇപ്പം നമ്മളൊക്കെ ഇപ്പൊ കച്ചവടത്തിൽ ടെൻഷൻ വരുന്ന സമയത്തും കേൾക്കുന്നൊരു സംഭവമാണല്ലോ പാട്ട്. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറേ മൈൻഡ് ക്ലിയർ ആവും, നമുക്ക് ഉറങ്ങാൻ കഴിയും. അങ്ങനെ പാട്ടിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ചിത്ര ചേച്ചി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ ചിത്ര ചേച്ചി. കാറിലിരുന്നിട്ട് പറയുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. എങ്ങനെ ചിത്ര ചേച്ചി ഈ പാട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ? അതെ 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 തീർച്ചയായിട്ടും. ചിത്ര ചേച്ചി ഈ പാട്ട് പാടി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ വരദാനാണ് ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി ചിലപ്പോൾ എനിക്ക് ചിത്ര ചേച്ചിക്കൊക്കെ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ആളാണ്. ചിത്ര ചേച്ചീൻ്റെ ഒരു പാട്ട് കേൾക്കാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങൂല. അതുപോലെ മണിയേട്ടൻ ഹ്യൂമൻ റൈറ്റ്സിൽ വന്നു. അപ്പോ എന്തൊക്കെ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ അവിടെ ഒരുപാട് ഈ കോളേജുകളിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രശ്നത്തിലാണ് ഞാൻ ഇടപെടാറ്. കൂടുതലും മലയാളികളുടെ പ്രശ്നത്തിലാണ് ഞാൻ ഇടപെടാറ്. അപ്പോൾ ഈ കോളേജുകളിലും അതുപോലെ ഈ മരണപ്പെടുമല്ലോ, നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകൾ മരണപ്പെടും. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും മരണപ്പെടുമ്പോൾ അവരെ മോർച്ചറിയിൽ പോയി അവരെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ച് നാട്ടിലേക്ക് ആംബുലൻസ്. പിന്നെ ഞാൻ ഇതിൽ കൂടുതലും ഞാൻ ആരെ കയ്യിൽ നിന്നൊരു പൈസ വാങ്ങിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യൂല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈയിടെ തന്നെ നമുക്ക് ഇന്നൊരാൾ പറഞ്ഞിൻ്റെ പിന്നെ മോളെ ബർത്ത്ഡേ ആണ്, ഒരു കർണാടകക്കാരൻ. അപ്പോൾ സാറേ ഒരു ഫണ്ട് നിങ്ങളെ കണ്ണ് കാണാത്ത മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ, ഞാൻ തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കൈ കൊണ്ട് കൊടുക്കുക, അതിനൊരു ഐശ്വര്യമുണ്ട്. നിങ്ങളെ കയ്യിൽ ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാറില്ല. ഒന്നും പറഞ്ഞാൽ ഞാൻ അതിന് കണക്ക് പറയണം. ഞാൻ മൂപ്പരോട് അല്ലെങ്കിലും ദൈവത്തിനോട് കണക്ക് പറയണം. 100 രൂപ ഒരാൾ എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ ആ 100 രൂപ അയാൾ നെയ്യത്ത് വെച്ചിട്ടാണ് തരിക, ഒരാൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അമ്മേൻ്റെ കാര്യത്തിൽ എന്നിട്ട് കൊടുക്കണം. അത് ഞാനെടുത്തിട്ട് വേണ്ടാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കും. ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ആളെ, ഒരു ഫാമിലിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു വയസ്സായ അമ്മേനെ കണ്ടു, എനിക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൈൻഡ് ഇതാവും, കരഞ്ഞു പോകും. ഞാൻ അയ്യോ ഇത് ശരിയാവില്ല, തിരിച്ചു പോകണം. തിരിച്ചു പോയി ഞാൻ അവരെ കണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അന്ന് ഉറങ്ങൂല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുടെ കയ്യിലൊരു കെട്ട് കണ്ട എന്താ പറ്റിയേ, എങ്ങനെ സംഭവിച്ചു, എത്ര സ്റ്റിച്ച് ഉണ്ട് ചോദിക്കാറില്ലേ? അതെ തീർച്ചയായിട്ടും. നമ്മള് ഒരു മനസ്സിന്റെ നമ്മളെ മനസ്സിൽ എപ്പോഴും നമുക്കത് അല്ലെങ്കിൽ കഴിയില്ല. കാരണം നമ്മൾ ജീവിച്ചു വന്നത് അങ്ങനെയാണ്. നമ്മളത് ജീവിതം ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊന്നും എന്നോടൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മള് മണിയേട്ടനെ പോലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായത്തിനാണെങ്കിൽ കൂടെ ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ അത്തരം മണിയേട്ടനെ പോലുള്ള ആളുകളുടെയൊക്കെ സഹായം അവർക്ക് എപ്പോഴും എടുക്കാവുന്നതാണ്. എനി ടൈം എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ എനി ടൈം എന്നെ വിളിക്കാം. എനി ടൈം ഇങ്ങനത്തെ എന്ത് പ്രശ്നത്തില്ല. അതായത് മക്കള് ഇപ്പോൾ ഞാൻ പറയണ, ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കേസിൽ നല്ലത് പറയാൻ ഞാൻ പോകില്ല. പക്ഷെ ഒരു കുട്ടികൾ അവിടെ കഷ്ടപ്പെടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, അവരറിയാത്തൊരു കാര്യത്തിൽ അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ സജീവമായിട്ട് ഞാൻ മുന്നോട്ട് അവരെ കൂടെ ഒപ്പം നിൽക്കാനും അവരെ കൂടെ നിൽക്കാനും ഞാൻ തയ്യാറാണ്. എനി ടൈം എന്നെ വിളിക്കാം. മണിയേട്ടൻ അപ്പോൾ പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളോട് ഒക്കെ മണിയേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല അടിപൊളിയാണ്. അതായത് ആർക്കും എപ്പോഴും വന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. അതായത് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയിലെ ഏറ്റവും വലിയൊരു ഒരു ഗ്രൗണ്ടാണ് നമ്മളെ ബാംഗ്ലൂരിൽ വന്ന് എല്ലാവരും നന്നായിട്ടേ ഉള്ളൂ. വളരെ അത് അവരെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമ്മളൊരിക്കലും അവരെ കുറ്റം പറയുന്നില്ല, അവരെ പ്രശ്നം കൊണ്ടായിരിക്കാം അവർ താഴേക്ക് വീണ്ടാക്കുക. ഒരിക്കലും വന്നവരൊക്കെ നല്ല രീതിയിൽ
അവിടുന്ന് വന്നിട്ടുള്ളൂ. ഏറ്റവും നല്ല സംഭവമാണ് ബിസിനസ് ചെയ്യാൻ പറ്റിയ. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കൂടെ പാർട്ട്ണർഷിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പം ഞാൻ ഒരിക്കലും എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇപ്പോൾ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ അവർ കൂടിയത് എന്തിനാണ്? എൻ്റെ കൂടെ കൂടിയ സേഫ്റ്റി അവർക്കൊരു ഉറപ്പാണ്, ഇത് മണിയേട്ടൻ്റെ കൂടെ കൂടിയാൽ ഓക്കെയാണ്. അതുപോലെ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്കൊരു എത്തിക്സ്, ഒരു എത്തിക്സ് ഉണ്ടാകും. നമ്മൾ അവരൊരു ആ നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ പിടിച്ചു നിർത്താതെ ഒരു കഴിവ് നമുക്കുണ്ടാകണം. ബിസിനസ് ചെയ്യാൻ വരുന്നവർക്ക് എപ്പോഴും വരാം. ഇനി നമ്മളെയും കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർക്ക് വരുമല്ലോ, അവർക്ക് നമ്മളെയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. മണിയേട്ടൻ ഇപ്പോൾ കർണാടകയിൽ ആദ്യം തുടങ്ങി, പിന്നീട് അതങ്ങ് വ്യാപിച്ച് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരുപാട് ചിന്തകൾ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, ഒരുപാട്. ഞാൻ ഇപ്പം നിങ്ങൾ അറിയാം അജിഫാൻ്റെ കുട്ടിക്ക. അതെ അജിഫാൻ്റെ കുട്ടിക്ക. അപ്പോൾ കുട്ടിക്ക ഒരു ദിവസം ഫൈസൽ എന്ന് പറഞ്ഞിട്ട് ഫൈസൽ മാഷുണ്ട്, മുമ്പിൽ ഫോൺ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട്, മണിയേട്ടാ നിങ്ങൾ 1 ലക്ഷം കൊടുത്തോളി, 1 കോടി കിട്ടും. സത്യാണത്. പിന്നെ എനിക്ക് അനുഭവമാണ്. ഞാൻ 1 ലക്ഷം കൊടുക്കേണ്ട 1 കോടി ഇപ്പുറത്ത് കിട്ടും. അത് ഒരു സത്യമാണ്. കൊടുത്തത് ഇപ്പം നമ്മളെ കിണറുണ്ടല്ലോ, ആ കിണർ നമ്മൾ നന്നായിട്ട് വന്ന് വെള്ളം എടുത്താൽ മാത്രമേ അത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ അത് കേടന്നു പോവും. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് അയ്യോ വെള്ളം വറ്റി, ഞങ്ങളെ വെള്ളം വറ്റുമോ എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. ഒരിക്കലുമില്ല. ആ കിണർ നന്നാവും. നമ്മൾ കൊടുത്താൽ നമുക്ക് കിട്ടും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് കിട്ടും. അത് നല്ലത് കൊടുത്തപ്പോൾ നമ്മൾ ഒരു ഇതുണ്ട്, നമ്മൾ എന്താ പറയുക, ഒരു കല്ല് മേലേക്കിട്ടാൽ ആ കല്ല് വന്ന് വീഴുമ്പോൾ വേദന ആയിരിക്കും. അതേസമയം നമ്മൾ പൂവാണ് മേലേക്കിടുന്നത് വെച്ചാൽ ആ പൂവ് വന്ന് വീഴുമ്പോൾ നല്ല സുഖമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് റിട്ടേൺ വരിക. തീർച്ചയായിട്ടും. മണിയേട്ടൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച ഇനിയൊരു ഭാവി പരിപാടികളിലേക്കൊന്ന് വരും. എന്തൊക്കെയാണ് മണിയേട്ടൻ്റെ ഒരു ഭാവി? സിനിമ, പ്രൊഡക്ഷൻ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ വയനാട്ടിലായാലും ഒരു വില്ല പ്രൊജക്റ്റ്, പിന്നെ അതുപോലെ ബാംഗ്ലൂരിൽ ഒരു ലാൻഡ്സ്കേപ്പ് പിന്നെ ഇത് പ്ലോട്ട് ചെയ്യുന്നൊരു പരിപാടി. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ബിൽഡിങ്ങുകൾ, അങ്ങനെ കുറേ പുതിയ പരിപാടികൾ, ഇങ്ങനെ ഓരോ പുതിയ പ്രൊജക്റ്റുകൾ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ അതിലിങ്ങനെ നിൽക്കണില്ല. അതായത് നെക്സ്റ്റ് പരിപാടി എന്താ, ഇപ്പോൾ ഒരാളൊരു പ്രൊജക്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കും. ഇപ്പം ഞാൻ ആലോചിക്കും, അയാൾക്ക് ഇതിനെപ്പറ്റി നന്ന ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഉള്ള ആളെ കൂടെ കൂടുക എന്നുള്ളതാണ് നമ്മൾ. ആ ഐഡിയ ഉള്ള ആളുകൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളവരെ ഫണ്ട് ചെയ്ത്, നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ബിസിനസ് വിജയിക്കും, 100% വിജയിക്കും. അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളവരെ ഇത് ചെയ്ത് കൊണ്ടുവരുന്നില്ല, അവരെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ സിനിമയിലേക്ക് ഇനി പുതിയ എന്തെങ്കിലും പരിപാടികൾ? നമ്മളെ ഒരു പുതിയ പടത്തിന് നമ്മൾ പടം 3 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പുതിയ പടങ്ങളൊക്കെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയത് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. മണിയേട്ടൻ അന്ന് യാത്രയിലൊരു പാട്ട് പാടിയായിരുന്നു, ഒരു നാടൻ പാട്ട്. ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ. അത് എന്താന്ന് വെച്ചാൽ, സത്യത്തില് എനിക്ക് എൻ്റെ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും കർണാടക, ഞാൻ പറഞ്ഞില്ല എൻ്റെ മണ്ണ് കർണാടകയാണ്. കാരണം കർണാടകയാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പൊ കർണാടകത്തിൽ തന്നെ ഇപ്പോൾ ഇതുണ്ട്, അതായത് ഒലിതുമാട് മനുഷ്യ നീ 23 ದಿವಸ ಉಸಿರು ನಿಂದ ಮ್ಯಾಗೆ ನಿನ್ನ ಹೆಸರು ಹೇಳುದಾರ ಹೆಣ ಹನ್ನುದಾರ മണ്ണ് തൂളുതാര സെറ്റക്കെട്ടുതാര നിന്നെ സുട്ട് ആക്കുതാര എന്ന് പറഞ്ഞാൽ, അതായത് നല്ലത് ചെയ്യും മനുഷ്യ, നീ കുറച്ച് ദിവസം ജീവിക്കുള്ളൂ, ജീവിക്കുന്ന കാലത്ത് നല്ലത് ചെയ്യുക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ അങ്ങനെ രീതിയിൽ പറയും. അത് കഴിഞ്ഞ് മണ്ണ് എടുക്കും, മണ്ണ് കുഴിക്കും, അല്ലെങ്കിൽ കത്തിക്കും. അത്രേ ഉള്ളൂ. അതാണ് നമ്മളെ ലൈഫ്. അത് പാട്ടായിട്ട് പാടാം. ಒಲಿದುಮಾಡು ಮನುಷ್ಯ ನೀ 23 ದಿವಸ ಉಸಿರು ನಿಂತ ಮ್ಯಾಗೆ ನಿನ್ನ ಹೆಸರು ಹೇಳುತ್ತಾರ ಹೆಣ ಹನ್ನುತ್ತಾರ
മണ്ണ് തൂള് താരാ സെറ്റ കെട്ടു താരാ നിന്നെ സുട്ട് ആക്കു താരാ. അന്ന് പാടിയത് അല്ല അതൊരു കന്നഡത്തില്. ഇപ്പൊ അതേ സംഭവം നമ്മൾ മലയാളത്തില്, ഇപ്പൊ മലയാളത്തില് ഇപ്പൊ സന്ദീപായിക്കും ഒക്കെ നമ്മളൊരു ലൈഫ് ഉണ്ടല്ലോ, നമ്മളെ കാലഘട്ടം. ഇന്നത്തെ കുട്ടികൾക്ക് ആ കാലഘട്ടം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഒരു മൊബൈൽ കാലഘട്ടമാണ്. മൊബൈല് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ മോനൊന്നും ഒരിക്കലും മൊബൈലിൽ ഇതാക്കാൻ നിൽക്കില്ല. ഒരു ഫുട്ബോൾ കളിക്കാൻ വിടല, ഗ്രൗണ്ട് പാടത്ത് പോടാന്ന് അറിയില്ല. അത് അങ്ങനെ ഒരു ലൈഫാണ്. നമ്മൾ ആ ഒരു പാട്ടാണത്. അതെല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്. ഞാൻ അന്ന് സന്ദീപായിന്റെ കൂടെ കാറിൽ പാടിയെന്നുള്ളൂ. അത് രണ്ടുപേരും പാടും. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളമില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ. അത് വരികളൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതിനോടൊരു ഇഷ്ടം. എന്തായാലും നേരത്തെ മണിയേട്ടൻ പറഞ്ഞ പോലെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്തോറും അതിങ്ങനെ നല്ല വരികയാണ്. നല്ല എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും വലിയ അതായത് എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന കുറേ ആളുകൾ. ഇപ്പോൾ വിനു എന്നൊക്കെ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ഒരു പാർട്ട്ണറാണ്. അവനൊക്കെ അതുപോലെ ബൈജു. പിന്നെ നമ്മളൊക്കെ എപ്പോഴും കാണേണ്ട എൻ്റെ സുഹൃത്ത്, ഏറ്റവും വലിയ സുഹൃത്തുണ്ട്. അതായത് ഇപ്പം ഇവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പം അതിൽ അതുപോലെ എൻ്റെ ഒരു ഒപ്പം എൻ്റെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്ന കുറേ ആളുകളുണ്ട്. അതിൽ പെട്ട ആളുകളാണ് ഇവർ. അതേമാതിരി തന്നെ ഒരാളാണ് നാസർ തൂതാണ്ട ഒരാൾ. നിങ്ങൾ പരിചയപ്പെട്ട ഒരാളാണ്. ഇപ്പം അതൊക്കെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഒപ്പം കൊണ്ടുപോകുന്നത് എൻ്റെ ജ്യേഷ്ഠാനിയനോ അല്ലെങ്കിൽ അതിലുപരി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ. പിന്നെ അതിൻ്റെ പുറത്ത് ഒരാൾക്കും നമ്മളെ ഇതാകാൻ അവർ വിടൂല. അതുപോലത്തെ ഒരാളുകളാണ്. പിന്നെ അതിലേറെ ഉപരി എന്നാൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ 4 ഇരട്ടി ചെയ്യുന്ന ആളുകളാണ്. അതായത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ കല്യാണം. ഒരു കാര്യം പറയട്ടെ, ഈ നാസർ തൂത എന്ന് പറഞ്ഞില്ലേ, നാസർ ഖാനെ ഞാൻ പരിചയപ്പെട്ടു, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. നാസർ ഖാന്റെ ഫോണില് മണിയേട്ടന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രദർ എന്ന് പറഞ്ഞിട്ടാ. 100% ബ്രദറിനാവില്ല, ചിലപ്പോ അതിലേറെ വലിയത് ചെയ്യാൻ സാധ്യത. ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രദർ എന്നാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അതൊരു ബന്ധങ്ങളാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊന്നും നാസർ തൂത ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. എന്താ വെച്ചാല് അയാൾ ഈ കാലില് ഒക്കെ പഴുപ്പ് വന്ന ആളുകളെയും ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ആളുകളെയൊക്കെ മുറി കെട്ടി കൊടുത്തിട്ടും ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടും താടി ഷേവ് ചെയ്ത് കൊടുത്തിട്ടും കുളിപ്പിച്ചു. എൻ്റെ പെങ്ങളും ഉണ്ട് അതുപോലെ, എൻ്റെ മൂത്ത പെങ്ങള് ഇതുപോലെയാണ്. അപ്പം എനിക്ക് പിന്നെ എൻ്റെ അമ്മേൻ്റെ മൂത്ത മോനൊക്കെ ആയിട്ടാണ് മൂപ്പര് എൻ്റെ വീട്ടിൽ ഉള്ളത്. അതായത് എൻ്റെ അമ്മയ്ക്ക് മക്കളെ, പക്ഷെ ഞാൻ ചിലപ്പോൾ അമ്മേനെ ഒരു ദിവസം പോലും എൻ്റെ അമ്മേനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ഒരു ദിവസം പോലും അമ്മയ്ക്ക് വേണ്ടി കരയാത്ത ദിവസങ്ങളില്ല. അതുപോലെ കരയുന്ന ഒരാളാണ് നാസർ തൂത. കാരണം അത്രയും ഞങ്ങൾ ബന്ധങ്ങളാണല്ലോ. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് ബന്ധങ്ങളിലാണ് ഏറ്റവും നല്ല ബന്ധം. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കിണറ്റിൽ ഇങ്ങനെ ഉറവങ്ങനെ വന്നുകൊണ്ടേയിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ സന്ദീപായിക്കും എല്ലാവിധ ആശംസകളും. നന്നായിട്ട് നല്ലതും എത്ര വരട്ടെ. താങ്ക് യു.